ആദ്യ സിനിമയിൽ തന്നെ വിജയം നേടാൻ എല്ലാ അഭിനേതാക്കൾക്കും കഴിഞ്ഞെന്ന് വരില്ല. അക്കൂട്ടരിൽ വ്യത്യസ്തയാണ് നടി ശ്വേത ബസു പ്രസാദ്. നടക്കില്ല എന്ന് പലരും പറയുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം തന്റെ പേരിലാക്കാൻ കഴിഞ്ഞ താരം. കേവലം 17 വയസ്സുള്ളപ്പോൾ തന്നെ താരറാണി പട്ടം നേടിയ സുന്ദരി. എന്നാൽ ഒരു അറസ്റ്റിനെ തുടർന്ന് ജീവിതം തലകീഴായി മാറിയ നടി ഇന്നും ചലച്ചിത്ര ലോകത്തിലെ ഉത്തരമില്ലാ പ്രഹേളികയാണ്. ബാലതാരമായായിരുന്നു ഈ നടിയുടെ സിനിമാ പ്രവേശം. സിനിമയിൽ തുടങ്ങി വെബ് സീരീസ് വരെ നിറഞ്ഞു നിൽക്കാൻ താരം ഈ കാലം കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തിളങ്ങി നിന്ന നടിയുടെ പേരിൽ ഒരു വ്യഭിചാര കേസ് കൂടി വന്നതോടെ അവരുടെ പേരിന് അതൊരു കളങ്കമായി തീരുകയായിരുന്നു. ഹോട്ടലിൽ നിന്നും പിടിക്കപ്പെടുകയും അത് വാർത്തയായി മാറുകയുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും ആരോപണങ്ങളിൽ നിന്നും അവർ മുക്തയായി. എങ്കിലും കരിയറിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പല പല ഓഫറുകൾ വന്നുവെങ്കിലും അതൊന്നും കേസിന് മുൻപുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പാകത്തിനായിരുന്നില്ല. മക്ടി എന്ന ത്രില്ലർ ചിത്രത്തിൽ ശ്വേതയായിരുന്നു പ്രധാന വേഷം അവതരിപ്പിച്ചത്. ഇതിൽ ചുന്നി മുന്നി എന്ന ഇരട്ട സഹോദരിമാരുടെ വേഷങ്ങളിൽ അവർ അഭിനയിച്ചു. മുതിർന്ന ബോളിവുഡ് താരം ഷബാന ആസ്മി, നടൻ മകരന്ദ് ദേശ്പാണ്ഡെ എന്നിവരായിരുന്നു ഈ സിനിമയിൽ ശ്വേതയുടെ ഒപ്പം അഭിനയിച്ചത്. ഈ ചിത്രം ശ്വേതയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. സിനിമയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന പ്രായത്തിലാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചതെന്ന് ശ്വേത ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കേസിന് പിന്നാലെ ശ്വേതയ്ക്ക് അവസരങ്ങൾ വാഗ്ദാനം നൽകി സെലിബ്രിറ്റികൾ പലരും മുന്നോട്ട് വന്നെങ്കിലും അതൊന്നും തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശ്വേതയുടെ പ്രകടനം OTTയിൽ മാത്രമായി ചുരുങ്ങി. ഇത്തരത്തിലാണ് അവരുടെ കരിയർ മുന്നോട്ടു പോകുന്നതും. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ ശ്വേതയുടെ സാന്നിധ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഇൻസ്റ്റഗ്രാമിലെ ഫോളോവർ പട്ടികയിൽ അവർക്ക് 7 ലക്ഷത്തോളം ആരാധകരുണ്ട്. ഇത് അത്ര വലിയ സംഖ്യ അല്ലെങ്കിൽ പോലും ശ്വേതയെ സംബന്ധിച്ച് ഇത് ചെറുതെന്ന് പറയാൻ കഴിയില്ല. പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ വെന്നിക്കൊടി പാറിക്കുന്ന സിനിമാ ലോകത്തേക്ക് ശ്വേതയ്ക്ക് അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നിലവിൽ 34-കാരിയായ ശ്വേത 2018 വിവാഹം ചെയ്തുവെങ്കിലും തൊട്ടടുത്ത വർഷം വിവാഹമോചനം നേടിയിരുന്നു.